Now Mr. Ahmed Shirin will give an introduction to our program, who is a manager of Etisalat Telecommunications in UAE and is the convener of Risala Study Circle, RSC UAE National Committee. I cordially invite him. Assalamu alaikum wa rahmatullah. Bismillah, alhamdulillah, salatu wa salamu ala ashraf rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Dear respected Mr. Mahidin Bukhari, other dignitaries of the day, and my dear friends and the most VIPs of today. You are the VIPs for today. Make sure that your mics are working. Relax. We are at the second edition of Mazhavil Club Grand Finale of Muttanabi Sallallahu Alaihi Wasallam quiz competition. We had the first edition in the last year. Do you have anyone who was in the last edition? Please raise your hands. You were in the last edition? Good. So let's have the second edition today. We welcome you all on behalf of SSF Kerala to the grand finale of Muttanabi Sallallahu Alaihi Wasallam quiz competition conducted by Mazhavil Club. Welcome once and all. And let's start the game. Ready? Your code and your name. Fatima radiallahu anha. Ara? Name? Fatima radiallahu anha. Fatima radiallahu anha. Your letter? Q. Q. Okay, let's start with letter Q. It's about Fatima Bibi radiallahu anha. കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ മഹറിന് പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പടയങ്കി വിറ്റിട്ടാണ് മഹർ സംഘടിപ്പിച്ചത്. ആരാണ് ആ പടയങ്കി അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വാങ്ങിയത്? ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റൈറ്റ്. 100 മാർക്സ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ അമ്മായിമാന്റെ പേര്, ഭർത്തൃമാതാവിന്റെ? ഫാത്തിമ ബിൻത് അസദ്. ഫാത്തിമ ബിൻത് അസദ്, റൈറ്റ്. ആൻഡ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആരാണ് ജനാസ നിസ്കരിച്ചത്, ഇമാം ആയി നിസ്കരിച്ചത്? അലി റളിയല്ലാഹു അൻഹു, റൈറ്റ്. They have got the full marks, 300. And now we have team 2. Letter S. Read. Ummu Ayman radiyallahu anha. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പേരൊക്കെ നേരത്തെ വന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഒരു അടിമയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആരാണ് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയത്? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റൈറ്റ്. റസൂലുള്ളാഹിന്റെ പിതാവിന്റെ അടിമയായിരുന്നു. അനന്തരമായിട്ട് റസൂലുള്ളാഹിക്ക് കിട്ടി, റസൂലുള്ളാഹി മോചിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള, രക്തബന്ധമാവണമെന്നില്ല, ഒരു വ്യക്തിയെ ആണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നുബുവത്തിന് ശേഷം വിവാഹം കഴിച്ചത്. നേരത്തെ അവരൊരു ആളെ വിവാഹം ചെയ്തിരുന്നു. അതിലുള്ള മകനാണ് ഐമൻ. പിന്നെ രണ്ടാമത്തെ മകൻ ഉസാമത്ത് ബിനു, പിന്നെ രണ്ടാമത് അവർ നുബുവത്തിന് ശേഷം അവർ വിവാഹം കഴിച്ചത് ആരെയാണ്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ രണ്ടാമത് അഥവാ നുബുവത്തിന് ശേഷം വിവാഹം കഴിച്ചത് ആരെയാണ്? ആരാ? സഅദ് അല്ല, ഇറ്റ് ഈസ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്.
സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ശരിക്കൊരു ഇല്ലല്ല റോങ്. ഒന്ന് ഫസ്റ്റത്തെ മാത്രം റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കൊരു ഫാമിലി പ്രശ്നം, വിശുദ്ധ ഖുർആൻ തന്നെ ഇടപെട്ട ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉമ്മു ഐമന് മുമ്പ് വിവാഹം ചെയ്തത് ആരെയായിരുന്നു? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഈ ഉമ്മു ഐമന് തൊട്ട് മുന്നേ ഒരാളെ വിവാഹം കഴിച്ച് അവരെ തൊലാഖ് ചൊല്ലിയിട്ടാണ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. റൈറ്റ്, they have got 200 points and we'll go to the next round. Next team, letter R. Letter R. ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ചോദ്യങ്ങൾ. അബൂ ത്വാലിബ് മരിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്? അടുത്തടുത്താണ്, എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട് എന്നുള്ളത്. 3. റൈറ്റ്, ദേ ഹാവ് ഗോട്ട് 100 മാർക്സ്. പറയുമ്പോൾ ധൈര്യത്തിലും പറയാം, എന്തായാലും പറയില്ലേ. ഖദീജ ബീവിക്ക് നേരത്തെയുള്ള 2 വിവാഹങ്ങളിലായിട്ട് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹാല, 2 ഹിന്ദ്. മൂന്നാമത്തെ ആളെ പേര് പറയാൻ പറ്റുമോ? ഒന്ന് ഹാല, 2 ഹിന്ദ്. അബുൽ ആസ് അല്ല, പേര് പറയുമാണ്. അബുൽ ആസ് എന്നുള്ളത് ബേസിക്കലി പേരാവില്ല, പിന്നെ വരുന്ന മക്കളുണ്ടാവുമ്പോൾ വരുന്ന പേരാണ്. ഖദീജ ബീവിക്ക് 3 മക്കളാണ് നേരത്തെ ഉള്ളത് റസൂലുള്ളാഹി വിവാഹം ചെയ്യുന്ന മുമ്പ്. ഹാല, ഹിന്ദ്, പിന്നെ ആര്? കഴിഞ്ഞ സമയം 5 seconds കൂടി. അല്ല, ആരാണ് ഓഡിയൻസ്? ഹിന്ദ് അഗെയിൻ. യെസ്, ഖദീജ ബീവിക്ക് 2 ഹിന്ദ് എന്നുള്ള മക്കളുണ്ട്. ഒന്ന് ആണുമാണ്, ഒന്ന് പെണ്ണുമാണ്. ഖദീജ ബീവിയുടെ പിന്നെ ഉമ്മയുടെ പേര്, റസൂലുള്ളാഹിന്റെ മദർ ഇൻ ലോ ആണല്ലോ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണല്ലോ അത്. ഖദീജ ബീവിന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ മതി. അതിൻ്റെ ഉപ്പാൻ്റെ പേരിലെ വ്യത്യാസങ്ങളും കാണാം. അപ്പോൾ ഫാത്തിമ ഇസ് ഇനഫ്. വ്യത്യസ്ത റിവായത്തുകൾ ഉപ്പാൻ്റെ പേരിൽ കാണുന്നു, ഉപ്പാൻ്റെ പേര് കാണാറുണ്ട്. ഫാത്തിമ, റൈറ്റ്, റൈറ്റ്. സോ ദേ ഹാവ് ഗോട്ട് 200. നെക്സ്റ്റ് ടീം ലെറ്റർ ഇ. വി. ഓക്കെ. സൗദ റളിയല്ലാഹു അൻഹ. നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് സൗദ ബീവിയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഊഹിച്ചാൽ ഈസിയാണ്. 6-ാം വർഷം അല്ല, 6-ാം വർഷം ഖദീജ ബീവി വഫാത്തായിട്ടില്ലല്ലോ. ഖദീജ ബീവി വഫാത്തായിട്ടാണ് വിവാഹം കഴിച്ചത് ഉടനെ. അപ്പോൾ 10-ാം വർഷമാണ്. സൗദ ബീവിയെ വിവാഹാന്വേഷണവുമായി വന്നതൊരു സ്ത്രീയാണ്. അവരാണ് റസൂലെ വിവാഹം കഴിക്കേണ്ടത്, അങ്ങേക്ക് ഇപ്പോൾ തുണയില്ലല്ലോ, ഒരാളെ വിവാഹം അന്വേഷിച്ചാലോ എന്ന് ചോദിച്ചു വന്നൊരു സ്ത്രീയാണ്. അവരെന്നെയാണ് ആയിഷ ബീവിൻ്റെ വിവാഹാലോചനയായിട്ട് വന്നതും. ആരാണ് അത്? ഒരു സ്ത്രീയാണ്. Ten seconds. 5, 4, 3, 2, 1. Done. ആരാണ് ഓഡിയൻസ്? ഖൗല ബിൻത് ഹക്കീം. വാട്ട് വാസ് ദ മഹർ ഓഫ് സൗദ റളിയല്ലാഹു അൻഹ? സൗദ ബീവിക്ക് റസൂൽ എന്താ മഹർ കൊടുത്തത്? സെയിം മഹർ വേറെ ഭാര്യമാർക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, 5 ഒക്കെ അല്ല, 400 ദിർഹം. നെക്സ്റ്റ് ടീം ഹഫ്സ റളിയല്ലാഹു അൻഹ. യുവർ കോഡ് ഇ. ABCD E. ഇ ആണ്. ഹിജ്റ എത്രാം വർഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വിവാഹം ചെയ്തത്? 6 അല്ല, ഇറ്റ് വാസ് 3. ഹിജ്റ 3 ആണ്. റോങ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ പ്രീവിയസ് ഹസ്ബൻഡ് ഓഫ് ഹഫ്സ റളിയല്ലാഹു അൻഹ? He got wounds from Badr and
he died later. After he died, Prophet sallallahu alaihi wasallam married her. Who was the previous husband? He was a Sahabi. Limited time. സഅദ് അല്ല, ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എത്ര വയസ്സിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ വഫാത്തായത്? വാട്ട് ഏജ് വാസ്, ഹൗ ഓൾഡ് വാസ് ഷീ വെൻ ഷീ ഡൈഡ്? സോറി, 2 പോയിന്റിന് മാറി. 63 വയസ്സിൽ, റസൂലുള്ളാഹിനെ പോലെ 63 വയസ്സിലാണ് അവർ വഫാത്തായത്. സോ ദേ ഹാവ് ലോസ്റ്റ് ഐ തിങ്ക് ഓൾ പോയിന്റ്സ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടീം എ. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. എന്താണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ? അവർ ഈ പാവപ്പെട്ടവരെ വല്ലാണ്ട് ഭക്ഷണം കൊടുത്ത് സഹായിച്ചിരുന്നത് കൊണ്ട് ഷി ഹാസ് ഗോട്ട് എ നെയിം. വാട്ട് വാസ് ദാറ്റ്? ഉമ്മുൽ മസാകിൻ. ഉമ്മുൽ മസാകിൻ. ഗ്രേറ്റ്, they have got 100 points. Who was the previous husband of Zainab bint Khuzaimah who died? Abdullah ibn Jahsh. Abdullah ibn Jahsh, right? They have got again 100 marks. And which Hijri year did she pass away? ഹിജ്റ എത്രാം വർഷമാണ് അവിടുന്ന് വഫാത്തായത്? വളരെ കുറച്ച കാലം അവർ ജീവിച്ചിട്ടുള്ളൂ റസൂലുള്ളാഹിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 8. ഹിജ്റ 8 ഇല്ല, ഹിജ്റ 3 വിവാഹം കഴിച്ചു, ഹിജ്റ 4 വഫാത്തായി. ഓക്കെ, നെക്സ്റ്റ് ടീം. കോഡ് ലെറ്റർ M. About Aisha radhiyallahu anha. What is the name of Aisha radhiyallahu anha? Sorry, Aisha radhiyallahu anha's mother of Aisha radhiyallahu anha. She is also mother-in-law of Prophet sallallahu alaihi wasallam. Aisha ബീവിന്റെ ഉമ്മാന്റെ പേര്? Asma. No, it's her sister. It is Ruman bint Amir. Okay. Aisha radhiyallahu anha had no child. Aisha ബീവിക്ക് കുട്ടികളുണ്ടായിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു വിളിപ്പേരുണ്ടാവും. അറബ് ലോകത്ത് അങ്ങനെ ഒരു ഓമനപ്പേരായിട്ട് വിളിപ്പേരുണ്ടാവും. ഉമ്മു അബ്ദില്ല, ഉമ്മു അമാർ, അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആയിഷ ബീവിക്ക് അങ്ങനത്തെ പേരൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ള അവരെ ഒരു പേര് കൂട്ടി വിളിച്ചു. അത് അവരുടെ ഒരു സഹോദരി പുത്രനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ പേര് വിളിച്ചത്. എന്തായിരുന്നു ആ വിളിപ്പേര്? ഉമ്മു അബ്ദുല്ല, റൈറ്റ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന് പറഞ്ഞ അസ്മാ ബീവിയുടെ മകനുമായിട്ട് ചേർത്തിട്ട് എളാമയാണല്ലോ, അപ്പോൾ ആ നിലക്ക് ഉമ്മു അബ്ദില്ല എന്ന് വിളിച്ചിരുന്നു. റൈറ്റ്, ദേ ഹാവ് ഗോട്ട് 100 marks. And who did janaza prayer for Aisha radhiyallahu anha's imam? Who was the imam of Aisha bibi's janaza prayer, janaza namaz? Abu Bakr Siddiq radhiyallahu anhu അല്ല, അബൂ ഹുറൈറ radhiyallahu anhu ആണ്. റൈറ്റ്. ആലോചിച്ചാലും അറിയാം, ആയിഷ ബി ഒരുപാട് ജീവിച്ചിട്ടുണ്ട്. 60 ചില്ലാനും വയസ്സ് അങ്ങാണ്ട് ജീവിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായി 2 വർഷം കൊണ്ട് വഫാത്തായില്ലേ? അപ്പോൾ this round is over, the 4th round, the semi-final round is over. Now we will see who are going to march to the finals, inshallah. Anyway, everyone has got good points, performed well. It's the final one. Okay. 3 teams has got 1400 points. QRS 1400 പോയിന്റുമായി they are marching to the finals. Right അല്ലേ? We have got QRS with 1400 points, and we have letter A with 1350 points, 1350, and the last team to the finals is letter M with 1100 points. Congratulations. Inshallah, we are going to the finals of the category A. So you can have a rest and prepare for the finals within half an hour. Thank you. നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്വിസ് മത്സരത്തിൻ്റെ മുത്തുനബി മെഗാ ക്വിസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവുകയാണ് അല്ലേ? ഫൈനൽസ് ഓഫ് ദ ഫൈനൽസ്. റെഡിയല്ലേ എല്ലാവരും? 2 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ട് പിക്ചർ റൗണ്ടാണ്. അതിലൊരു ചിത്രം കാണിക്കും. ആ ചിത്രത്തിൻ്റെ
25% മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവൂ. ഓക്കെ, 4/1 മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. ആ കാണുന്ന സമയത്ത് അതെന്താണ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും. യു വിൽ ഗെറ്റ് 100 മാർക്സ്. സി, if you are not clear, you can ask for the rest. So you will have 50% visible. If you see, then you get 50 marks. Okay? If you are still not clear, you can ask for the next. Then you get 75% visible. If you answer there, you get 25 marks. Ready? Clear? Okay? So we start with team. Here. No, you are A, right? So we'll start from there. Ready? Your team? T. Team G. T. Ready? So, the first question is this. Look at the screen. What is this? Kaaba. No. Kaaba is in the background. There is something coming in the front. We need the exact name of it. Maqam Ibrahim. Maqam Ibrahim. That's right. You get 100 marks. Very good. So here we go. 3, 4, and you have Maqam Ibrahim. Clear? Okay. We have the next team right now. Team is? P. Okay. What is this? It's a cave. It's a cave. That's a ഗുഹയാണ്. ഹിറാ ഗുഹ. ഹിറാ ഗുഹ. ഉത്തരം ശരിയാണ്. 100 മാർക്ക്. വെരി ഗുഡ്. Here you go. And you are team F. So next time you go to team F. Okay. Which building is this? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലത്ത് ഇന്നുള്ള ലൈബ്രറിയാണത്. ശരിയാണ്. 100 മാർക്ക്. മാഷാ അല്ലാഹ്. വെരി ഗുഡ്, വെരി ഗുഡ്. So we go for the next question. Ready? Okay. What is this? Mic. ജംറത്തുൽ അഖബ. അല്ല, ഇരിക്കാം. ജംറത്തുൽ അഖബ അല്ല അത്. അടുത്ത ഭാഗം കാണിക്കട്ടെ. ഇപ്പോഴോ വലതു ഭാഗത്തുള്ളത് കഅബയാണ്. കഅബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണത്. അമ്പത് മാർക്ക് കിട്ടും നിങ്ങൾ ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ. അടുത്തതിലേക്ക് പോട്ടെ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. ഓക്കെ, പറയുന്നുണ്ടോ? ടൈം ഈസ് അപ്പ് നൗ. എന്താണത്? ടൈം ഈസ് അപ്പ് ആൻഡ് ദാറ്റ് ഈസ് ഹിജർ ഇസ്മായിൽ. ഹിജർ ഇസ്മായിൽ ആണത്. ഓക്കെ, ഹിജർ ഇസ്മായിൽ. നെക്സ്റ്റ്. റെഡി? Which team is team A, right? Team A. മസ്ജിദുൽ അഖ്സ. ഏത്? മസ്ജിദുൽ അഖ്സ അല്ല. അത് മസ്ജിദുൽ അഖ്സ അല്ല. ബാക്കി കാണിക്കട്ടെ. ജെറുസലേം അല്ല. ഈ ബിൽഡിങ്ങിന് ഒരു പേരുണ്ട്. ജെറുസലേമിലാണ്, അഖ്സയുടെ അടുത്താണ്. അതൊക്കെ ശരിയാണ്, പക്ഷെ അത് അഖ്സയല്ല. അഖ്സ എന്ന് പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു പോകാറുള്ള ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അല്ല, അത് തന്നെയാണ് മസ്ജിദുൽ അഖ്സ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തിന്, ആ ബിൽഡിംഗ് മേറാജുമായി ബന്ധപ്പെട്ടിട്ട്
ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം അല്ല. ഇനി മനസ്സിലാകുന്നുണ്ടോ? They know it, but they are not getting the exact name. I know. It is Tomb of the Rock, Qubbat al-Sakhra. Tomb of the Rock എന്ന് പറയുന്ന ഖുബ്ബത്തു സഖറ അല്ലെങ്കിൽ ടോംബ് ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ട് ചരിത്രത്തിൽ പ്രധാനമുള്ള സ്ഥലമാണ്. അവിടെ വന്നിരുന്നു. അതിൻ്റെ താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മെഹ്റാജിൻ്റെ സമയത്ത് വന്നിരുന്ന സ്ഥലമാണത്. മസ്ജിദുൽ ഖുബ അല്ല, മസ്ജിദുൽ ഖുബയല്ല. ഉത്തരം തെറ്റാണ്. ടോംബ് ഓഫ് ദ റോക്ക് അല്ലെങ്കിൽ ഖുബ്ബത്തു സഖറ എന്നാണ് അതിനെ പറയുക. ഏതായാലും നമ്മുടെ ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത റൗണ്ട് ഇവർക്ക് മാർക്കില്ല. ഇവർക്ക് മാർക്കുണ്ട്. ഈ രണ്ട് ടീമിന് മാർക്ക് കിട്ടിയിട്ടില്ല, 0. ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് റൗണ്ട്. അടുത്ത റൗണ്ട് റാപ്പിഡ് ഫയർ റൗണ്ടാണ്. അടുത്ത റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞ സെഷനാണ്. ഓരോ ടീമിനും 4 വീതം ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 സെക്കൻഡ് മാത്രമേ ഉത്തരം പറയാൻ സമയമുള്ളൂ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതോടുകൂടി ടൈം സ്റ്റാർട്ട് ചെയ്യും. അവിടെ ടൈമർ തുടങ്ങും. ബെല്ല് കേൾക്കുന്നതോടുകൂടി ടൈം തീർന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ പറയും. ക്വസ്റ്റ്യൻ തീരുന്നതോടുകൂടി ഞാൻ ഓക്കെ എന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ വിശദീകരണമൊന്നും ഉണ്ടാവില്ല, തിരിച്ച് ചോദിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഞാൻ ഒരു തവണ പറയും. ഓക്കെ പറഞ്ഞാൽ ടൈമർ പ്രവർത്തിച്ചു തുടങ്ങും. 5 സെക്കൻഡ് പൂർത്തിയാവുമ്പോൾ ടൈമർ ക്ലോസ് ചെയ്യും, ബെല്ലടിക്കും. അതോടുകൂടി ടൈം കഴിയും. ആൻസറിന് അഗെയിൻ 100 മാർക്സ്. ഓക്കെ, റെഡി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര മക്കളാണ് അവിടുത്തെ വഫാത്തിന് മുന്നേ വഫാത്തായി പോയത്? 6. റൈറ്റ്, 100 മാർക്സ്. ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് എത്യോപ്യയിലേക്കൊക്കെ ഹിജ്റ പോവുകയും പക്ഷെ അവിടെ നിന്ന് പിന്നെ ക്രിസ്ത്യാനിയായി കള്ളുകുടിയനായി മരിച്ചു പോവുകയും ചെയ്ത ഒരു നിർഭാഗ്യവാനായ മനുഷ്യനുണ്ട്. ഒരു മഹദിയുടെ ഭർത്താവായിരുന്നു. ആരാണത്? ഓക്കെ, അബു ഹബീബ അല്ല, ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ്, ഉമ്മു ഹബീബ ബീവിൻ്റെ ആദ്യത്തെ ഭർത്താവാണ്. നെക്സ്റ്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കൾ അബൂലഹബിൻ്റെ 2 മക്കളെ വിവാഹം ചെയ്തിരുന്നു ആദ്യം. ആ 2 മക്കളും പേര് പറഞ്ഞു. ആരെ? റസൂലുള്ളാഹിൻ്റെ 2 മക്കളും പേര് പറഞ്ഞു. സോറി, റസൂലുള്ളാഹിൻ്റെ 2 മക്കളെ പേര് റളിയല്ലാഹു അൻഹുമ. റൈറ്റ്, 100 മാർക്സ്. സൈനബ് ബിൻത് ഖുസൈമ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹ് വിവാഹം ചെയ്തത് ഏത് വർഷമാണ്? ഹിജ്റ 3. റൈറ്റ്, they have got full marks. Next, this team, they have got 300 marks total. Yes, റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവി ജനിച്ച വീട് പിൽക്കാലത്ത് പള്ളിയാക്കി മാറ്റി. ഏത് ഭരണാധികാരിയാണ് അത് പള്ളിയാക്കി മാറ്റിയത്? ആരാ? അല്ല, മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. നെക്സ്റ്റ്, സംസം കിണർ നഷ്ടപ്പെട്ടു പോയിരുന്നു, കാണാതായിരുന്നു. ജുർഹം ഗോത്രക്കാർ മൂടിക്കളഞ്ഞിരുന്നു. അത് തിരിച്ച് റെനോവേറ്റ് ചെയ്തത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. റൈറ്റ്. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് യാത്ര പോകുമ്പോഴും ആദ്യം അവസാനം യാത്ര പറയുന്നത് ഒരാളോടാണ്. ആദ്യമായി തിരിച്ചു വരുമ്പോൾ ആദ്യം സമീപിക്കുന്നതും കാണുന്നതും അയാളെയാണ്. ആരായിരുന്നു അത്? ആ വ്യക്തിയെയാണ്. ആരായിരുന്നു അത്? ഓക്കെ, അബൂബക്കർ സിദ്ദീഖ്. No, it is ഫാത്തിമ റളിയല്ലാഹു അൻഹ. മക്കം ഫതഹിലേക്ക് നയിച്ചത് ഹുദൈബിയ സന്ധി ആയിരുന്നു. ഏതാണ് ഹുദൈബിയ സന്ധി നടന്ന വർഷം? ഹിജ്റ എത്രാം വർഷമാണ് ഹുദൈബിയ സന്ധി നടന്നത്? സോറി, ഹിജ്റ 8 അല്ല, ഹിജ്റ 6 ആണ്. ഓക്കെ, ഇറ്റ്സ് ഡൺ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അവിടത്തേക്ക് 63 വയസ്സാണ് എന്ന് നമുക്കറിയാം, അല്ലേ? 63 വയസ്സും ഏതാനും ദിവസം കൂടി ഉണ്ടായിരുന്നു ചന്ദ്രവർഷം അനുസരിച്ച്. എത്ര ദിവസം കൂടി ഉണ്ടായിരുന്നു? 4 ദിവസം. റസൂലുള്ളാഹി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ സെറ്റിലായതോടുകൂടി അവിടത്തേക്ക് ഹദിയകൾ ഒഴുകി വരാൻ തുടങ്ങി. ഗിഫ്റ്റുകൾ വരാൻ തുടങ്ങി. ആദ്യത്തെ ഗിഫ്റ്റ് വന്നത് ആരുടേതാണ്? ഒരു ഭക്ഷണമായിരുന്നു. അത് ആരുടേതാണ്?
നോ, ഇറ്റ് ഈസ് ഉമ്മു സായിദ് ബിൻത് സാബിത്ത്. അബൂ താലിബിന്റെ മക്കളിൽ അലി റളിയല്ലാഹു അൻഹുവിന്, അബൂ താലിബ് ലേശം ദരിദ്രനായിരുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അബൂ താലിബിന്റെ മക്കളിൽ അദ്ദേഹം ദരിദ്രനായിരുന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂൽ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ സംരക്ഷണം. അതേസമയം ജഅഫർ ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണം വേറൊരാളെ ഏറ്റെടുത്തു. അതാരാണ് ഏറ്റെടുത്തത്? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണം ഏറ്റെടുത്തായിരുന്നു അല്ല, ഇറ്റ് വാസ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മക്കം ഫതഹിന് ശേഷം റസൂലുള്ള തിരിച്ചുപോയത് ഏതു മാസത്തിലാണ്? ദുൽഖഅദാണ്. സോവർ. ആദ്യമായി പരസ്യമായി ഖുർആൻ പാരായണം ചെയ്ത സ്വഹാബി ആരാണ്? കഅബ് റളിയല്ലാഹു അൻഹു. അല്ല, ഇറ്റ് ഈസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ സൗർ ഗുഹയുടെ മുമ്പിലെ ചിലന്തി വല കണ്ടപ്പോൾ അവിടെ എത്തിയ ഖുറൈശികൾ തിരിഞ്ഞുപോയി. അവിടെ അങ്ങനെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, അവരുടെ ലീഡർ പറഞ്ഞു, എന്താ നിങ്ങളെ കഥ, ഇവിടെ ഈ ചിലന്തികൾ ഇത് മുഹമ്മദ് ജനിക്കണ മുമ്പുള്ള ചിലന്തികളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തിരിച്ചുപോയത്. ആരാണ് ആ പറഞ്ഞത്? മുഹമ്മദ് ജനിക്കണ മുമ്പേ ഉള്ള ചിലന്തികളാണത് എന്ന് പറഞ്ഞ്. അല്ല, ഇറ്റ് ഈസ് ഉമയ്യത്ത് ബിൻ ഖലഫ് ആൻഡ് ലൂത്ത് നബി അലൈഹിസ്സലാമിന് ശേഷം ആദ്യമായി ഫാമിലിയായിട്ട് ഹിജ്റ പോയത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, റസൂലുള്ളാഹിന്റെ മുമ്പ് കുറേ ആൾ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിത്ത് റുഖയ്യ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ 3 രാത്രികളാണ് ചെലവഴിച്ചത്. ഏതൊക്കെയാണ് ആ രാത്രി? 3 അടുപ്പിച്ചായതുകൊണ്ട് 3 പറയണം. ഏതൊക്കെ ദിവസത്തിന്റെ രാത്രികളാണ്? ശനി, ഞായർ, തിങ്കളാണോ? ഓക്കെ, സ്റ്റാർട്ട്. ഡൺ. ഇറ്റ് വാസ് ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഇറ്റ് ഇസ് ഡൺ. ബനു മുസ്തലഖ് ഗോത്രം റസൂലുള്ളാഹിനായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം കഴിഞ്ഞ ഉടനെ അവരുടെ ഗോത്രത്തലവൻ ഹാരിസിന്റെ മകൾ റസൂലുള്ളാഹിന്റെ പത്നിയായി അവരുടെ സമ്മതത്തോടെ. ആരാണ് ആ പത്നി? റസൂലുള്ളാഹിന്റെ ഭാര്യയായി. നോ, ജുവൈരിയ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രാം വയസ്സിലാണ് കഅബ പുനർനിർമ്മിക്കുന്ന ഹജറുൽ അസ്വദിന്റെ ഒക്കെ സംഭവം ഉണ്ടായ ആ വർഷം ഏതാണ്? എത്ര വയസ്സാണ് റസൂലുള്ളാഹി? 35. റൈറ്റ്, 100 മാർക്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആളുകളെ, ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഈജിപ്തിലെ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആരായിരുന്നു ഈജിപ്തിലെ ഭരണാധികാരി? മുഖൗഖിസ്. റൈറ്റ്, 100 മാർക്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ച ഇബ്രാഹിം എന്ന പുത്രൻ ഖദീജ ബീവിയിലല്ല, പിന്നെ ആരിലാണ്? മാരിയത്തുൽ ഖിബ്തിയ. റൈറ്റ്, 100 മാർക്സ്. സോ ദ ഫൈനൽസ് ഈസ് ഓവർ. Let's find who is the champion of the final of the grand finale of Maravil Muthunabi Mega Quiz. Great, there is no tie. Letter C has got 1500 points and they are on the 5th place. Letter F has got 1700 points and they are on the 4th place. Now letter T, who's that? Letter T. Yes, they are the champions of category A of Muthunabi Mega Quiz Grand Finale. Congratulations, Barakallahu lakum. Next, we have the runners. Letter A. Letter A. Yes, we have letter A. The runners with 1900 points. They are the runners of Muthunabi Mega Quiz Grand Finale. Barakallah. Congrats. And we have letter P. Letter P. Letter P. They are in the third place of grand finale of Muthunabi Mega Quiz. Congrats, Barakallahu lakum. Now we will get the champions introduced. Just give us your names and your school, please. Your class name, class, school. Afsal. Look into the camera.
താലീമുൽ ഇസ്ലാം പരപ്പനങ്ങാടി 7th സ്റ്റാൻഡേർഡ്. സിനാൻ പി 7th സ്റ്റാൻഡേർഡ് താലിമുൽ ഇസ്ലാം ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പനങ്ങാടി. മുഹമ്മദ് അബ്ദുൽ ആദി ഇഷാത്ത് പബ്ലിക് സ്കൂൾ 5th സ്റ്റാൻഡേർഡ്. Great. Minhaj Abubakar, Ishat Public School 7th. Great. Next. സയ്യിദ് ഷാ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ 5th സ്റ്റാൻഡേർഡ്. മുഹമ്മദ് റാഷിദ് ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ 7th സ്റ്റാൻഡേർഡ്. Okay. Your district? Malappuram. You? Kozhikode. മലപ്പുറം. Malappuram again. Congrats all the winners. Malappuram east or west? Both are from west? Okay, both are from west. Okay, so our finals are over for the category A. Now, okay, prize distribution കൂടെ വേദിയിൽ നടക്കുന്നു. ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ, ready? Welcome you all to the final rounds of the final of the final of the grand finale, the great grand finale of Muttanabi sallallahu alaihi wasallam mega quiz competition 2nd edition, conducted for the Kerala wide schools. You should be the lucky 5. You came a long way from the groups, herds 1, 2, 3, 4. You have cleared all the rounds. Now here in the finals of the finals, right? Within the coming few seconds we will be discussing, we will be deciding who is the winner for today for the 2nd edition of Muttanabi sallallahu alaihi wasallam mega quiz competition held today, right? Agree? So we go here. The first round is a pictorial round. You will have a picture. 25% of the picture will be visible. If you can identify the personality, you get 100 marks. If you are not clear, you can move for the next. Then you have the next. For every next, you lose 50% of the marks. We start with 100, then you go to 50, then you go to 25, and that's the end of it. Clear enough? All the 5 teams will have 1 question each. That means you will have 1 picture each. Each of them is a personality, is a person somehow associated with the history, the teachings, the lessons of Prophet sallallahu alaihi wasallam. Clear enough? They are leading personalities in the current era. They are not from the history. They are history because they have done something great. Let's start. We start with team A. Ready? Here goes the first person. Can you identify him? Michael H. Hart. Michael H. Hart. H. Hart. Very good. 100 marks. So, who is Michael H. Hart? Who is Michael H. Hart? Author of the book The 100. What is the speciality of the book? He gave the first place for Muhammad sallallahu alaihi wasallam in his book. Okay, the book was about the 100 personalities, top 100 personalities who have influenced the human history, and the number 1 was Prophet sallallahu alaihi wasallam. And what was the justification he gave in the book for selecting Muhammad sallallahu alaihi wasallam as a personality? It starts like this. Some of maybe you wonder, or some others may question the choice of Muhammad as the most influential person in the human history, but that is the only person who have successfully modified economic, political and the other spheres. സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെയുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറ്റങ്ങൾക്ക് സമാനമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ലോകത്ത് വേറൊരാൾക്കും സാധിച്ചിട്ടില്ല എന്ന ന്യായീകരണം കൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാണ് മൈക്കൽ എച്ച് ഹാർട്ട് ആ പുസ്തകം തുടങ്ങുന്നത്. താങ്ക് യു ആൻഡ് യു ഗെറ്റ് 100 മാർക്സ്. ടീം എ. നൗ വി ഹാവ് ടീം M. So you are team M, right? Let's start. Yes. Can you identify this person? Let's go for the next. Ready? No chance?
പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആരാണ്? ഞാൻ പറഞ്ഞു. എൻ്റെ പേരൊഴിച്ച് വേറെ ആരെ പേര് നിങ്ങൾക്ക് പറയാട്ടോ. ആരാണ് അടുത്ത? പൊന്മള ഉസ്താദ്. അല്ല. ഓഡിയൻസ്, സയ്യിദ് അലവി അൽ മാലിക്കി മക്ക മഹാനവറുകളാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ ഉൾപ്പെടെയുള്ള വലിയ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. ഹറമിലെ മുദരിസായിരുന്നു. എത്രയോ വർഷം ദർശനം നടത്തിയ മഹാനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ തെളിവുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് മുസ്ലിം സുന്നത്ത് ജമാഅത്തിന് വലിയ സേവനങ്ങൾ നൽകിയ വലിയ മഹാനരായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അലവി അൽ മാലിക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ. ടീം യു ക്യൂ ഫോർ ക്വസ്റ്റ്യൻ. റെഡി? Can you identify the person? Ready? Next for 50 marks. Let's go for 25 marks. Okay? No way. Audience, ഹബീബ് അൽ ജിഫ്രി സയ്യിദാണ്, ആലിമാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രബോധന രംഗത്ത് ലോകതലത്തിൽ നേതൃത്വം നൽകുന്ന വലിയ പണ്ഡിതനാണ്. മർക്കസ് സഖാഫത്ത് സുന്നി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വലിയ ഒരു പ്രബോധന രംഗത്ത് സജീവമായുള്ള ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഹബീബ് അൽ ജിഫ്രി. അടുത്ത ആള് റെഡി അല്ലേ? ടീം ആർ റെഡി? ചോദ്യം. %25 തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ കൃത്യമായിട്ട് കാണാം. പക്ഷെ എങ്കിലും നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ 100 മാർക്കിന് അർഹരാണ്. അടുത്തത് ജോർജ് ബെർണാഡ് ഷാ. ആരാണ്? ബെർണാഡ് ഷാ അല്ല. ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ഓഡിയൻസ് മാർട്ടിൻ ലിങ്സ് അല്ലെങ്കിൽ അബൂബക്കർ സിറാജുദ്ദീൻ. അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച വളരെ വിശദമായ രീതിയിലുള്ള ഒരു പഠനം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച മഹാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാർട്ടിൻ ലിങ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് അബൂബക്കർ സിറാജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആണ് ആ ആള്. അടുത്ത മലയാളത്തിലേക്ക് ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. റെഡി? ആരാണ്? Identify the personality. You have got 25% of the face visible. If you can identify right now, you get 100 marks. The next 50% you get 50 marks. The other 75% you get 25 marks. Then you don't get any marks. Any guess? എൻ്റെ പേര് പറയാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ? No clue. Any chance?
യാസർ അറഫാത്തിന് പറ. യാസർ അറഫാത്തോ? അല്ല, യാസർ അറഫാത്ത് തലയിൽ കെട്ടാറുണ്ട്, പക്ഷേ ഈ കെട്ടല്ല. ഓഡിയൻസ്, ഷെയ്ഖ് ഉമർ അൽ ഹഫീദ് തരീമിലെ യമനിലെ തരീമിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ തലവനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന രംഗത്ത് പണ്ഡിതനാണ്, നേതൃത്വ സയ്യിദാണ്, ഒരുപാട് കുട്ടികൾക്ക് ദർശനം നടത്തുന്ന വലിയ മഹാനാണ്. വലിയ സേവനങ്ങൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് കാഴ്ചവെക്കുന്ന വലിയ മഹാനാണ് അദ്ദേഹം. ഇതാണ് നമ്മളുടെ പിക്ചർ റൗണ്ട്, ഇവിടെ അവസാനിക്കുന്നു. അടുത്ത റൗണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞതുപോലെ തന്നെ റാപ്പിഡ് ഫയർ ആണ്. ഓരോരുത്തരോടും ചോദ്യങ്ങൾക്ക് കുറഞ്ഞ സമയങ്ങൾ, ആ സമയങ്ങളിലൂടെ നാം വിജയികളിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ബുഖാരി ഉസ്താദിനെ ക്ഷണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ പരമ്പരയിൽപ്പെട്ടതോ അല്ലാത്തതായ വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെട്ടു. നൗ വി ഹാവ് ദ റാപ്പിഡ് ഫയർ സെക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ഗോ ടു കോഡ് ലെറ്റർ എം. എസ്, ലെറ്റർ എസ്. സോ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു, വി ഹാവ് 4 questions. We will get only 5 seconds. I will not clarify. എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നല്ലാണ്ട് തിരിച്ച് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. 5 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. സോ വി വിൽ സ്റ്റാർട്ട്. ബദറിൽ 70 കുഫാറുകൾ വധിക്കപ്പെട്ടു. എത്ര പേര് ബന്ധികളാക്കി? എത്ര കുഫാർ ബദറിൽ ബന്ധികളാക്കപ്പെട്ടു? ഓക്കെ, 100 അല്ല, 70 ആണ്. ബോത്ത് ആർ 70. ഓക്കെ. ഉലല് കാറ എന്ന് പറഞ്ഞ 2 സ്ഥലത്തേക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ ക്ഷണിച്ചു, സഹാബികൾ ക്ഷണിച്ചു. റസൂലുള്ളാ പറഞ്ഞയച്ച ഒരു ടീമിനെ, പക്ഷെ അവർ വഞ്ചിച്ചു, അവർ വധിക്കാൻ നോക്കി. അവരുടെ ധീരമായി പൊരുതി ഷഹീദായ അവരുടെ ലീഡറുടെ പേര് അല്ല, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പിടിക്കപ്പെട്ടിട്ടുണ്ട്. യു നോ സംതിങ് അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദിസ് ഇവന്റ്. ഓക്കെ. നൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് മരണം വരിക്കാൻ വിധിയുണ്ടായ ഒരേ ഒരു നിർഭാഗ്യൻ ഉബയ്യ് ഇബ്നു ഖലഫ്. അയാൾ റസൂലുള്ളാ കൊന്നിട്ടില്ല, പക്ഷേ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ചെറിയൊരു മുറിവ്, അയാൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്നപ്പോൾ റസൂലുള്ളാഹി ഒന്ന് തോണ്ടിയിട്ടേ ഉള്ളൂ, ആ മുറിവും കൊണ്ട് അയാൾ പോയി മരിച്ചു. ഹിജ്റ എത്രാം വർഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഹുസൈൻ റളിയല്ലാഹു 4. റൈറ്റ്. 100 marks. So they have got 200 marks total. Now we have letter R. ഉഹുദ് യുദ്ധത്തിന്റെ ഡേറ്റ്, കംപ്ലീറ്റ് ഇയർ, ഡേ, മന്ത്. ഉഹുദിന്റെ ഓക്കെ. ഹിജ്റ 4 അല്ല, ഹിജ്റ 3 ശവ്വാൽ 15 ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ബനു ആമിർ പീപ്പിൾ ആവശ്യപ്പെട്ടതനുസരിച്ച് റസൂലുള്ളാഹി 70 പേരടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സംഘത്തെ അവിടത്തേക്ക് അയച്ചു. പക്ഷേ അവർ വഞ്ചിക്കുകയും അവരുടെ ടീം വഞ്ചിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. അതിൽ വളരെ 70 സ്വഹാബികൾ വധിക്കപ്പെട്ട ആ ദാരുണ സംഭവത്തിന്റെ പേര്, സ്ഥലത്തിനോട് ചേർത്ത പേര് ഓക്കെ, കർബല അല്ല, ബിർ മഊന എന്നാണ് ആ സംഭവത്തിന്റെ പേര്. ഉഹുദിൽ എത്ര മുസ്ലിങ്ങളാണ് ഷഹീദായത്? ഓക്കെ, 70. റൈറ്റ്. 100 marks. ബദർ, നമുക്കറിയാവുന്ന ഒരു ബദർ യുദ്ധമുണ്ട്. എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടെ ഒരു ബദർ യുദ്ധമായിട്ടില്ലെങ്കിലും ബദറിലേക്ക് ഒരു സൈനിക നീക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഖുറൈശികൾ പേടികൊണ്ട് ആദ്യം തന്നെ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. എത്രാം വർഷമായിരുന്നു അത് ഹിജ്റയുടെ? രണ്ടാം ബദർ ഹിജ്റയുടെ എത്രാം വർഷമായിരുന്നു? ഹിജ്റ 3-ാം വർഷം. സോറി, ഹിജ്റ 4-ാം വർഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3164 വർഷത്തെ ഭരണത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിങ്ങളുടെ കയ്യാൽ തകർന്നടിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അല്ലേ? ആരാണ് അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തി? ഓക്കെ, കിസ്റ അല്ല, കിസ്റ അവരെ പൊതുവുള്ള പേര്, അയാളുടെ പേരാണ് പറഞ്ഞത്. യസ്ദജുർദ് ബിൻ ഷഹരിയാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന സൗദാ ബീവി റളിയല്ലാഹു അൻഹ, അവരെ നേരത്തെ വിവാഹം കഴിച്ചിരുന്നത് ആരാണ്? അദ്ദേഹം മരിച്ച ശേഷമാണ് റസൂൽ അവരെ വിവാഹം കഴിച്ചത്. ഓക്കെ, യെസ്, റൈറ്റ്. സക്രാൻ ബിൻ അംർ, റൈറ്റ് ആൻസർ ആണ്. നുബുവത്തിന്റെ എത്രാം വർഷമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജനിച്ചത്?
അല്ല, 4-ാം വർഷമാണ്. 6 നിങ്ങൾ പറഞ്ഞേ. രണ്ടാമത്തെ അഖബ ഉടമ്പടിക്ക് മുന്നേ തന്നെ മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ പോയ വ്യക്തിയുടെ പേര് അല്ല, അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. സോ ഇറ്റ്സ് ഓവർ ഫോർ ദം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് കോഡ് ലെറ്റർ എം. നജാഷി രാജാവിന് റസൂലുള്ള കത്തയച്ചു. ഒന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു കത്ത് കൂടി ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെയുള്ള ഭർത്താവ് മരിച്ച ഒറ്റപ്പെട്ടു പോയൊരു ലേഡിയെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ്. നേരത്തെ നമ്മൾ പരാമർശിച്ച ഒരാൾ തന്നെയാണ് അവരുടെ പേര്. ഏത് ഭാര്യയെ വിവാഹം കഴിക്കാൻ നേതൃത്വം കൊടുക്കാനാണ്, നിക്കാഹ് കഴിക്കാനല്ല, അതിന്റെ കർമ്മം നേതൃത്വം കൊടുക്കാൻ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ നസ്രാനിയായി പിന്നെ കുടിയനായി മരിച്ചുപോയി, അവരവിടെ ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് റസൂലുള്ള വിവാഹം കഴിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താവുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു എക്സാക്ട് വയസ്സ് നേരത്തെ പറഞ്ഞിട്ടില്ല. എത്ര വയസ്സാണ് കറക്റ്റ് ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നത്? 65 അല്ല, 67 ആണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് 5 മക്കളുണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ, പിന്നെ ചെറുപ്പത്തിൽ വഫാത്തായി പോയ മുഹസ്സിൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 2 പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് ഉമ്മു കുൽസൂമാണ്. അവസാനത്തെ മകളുടെ, നമ്മളെ എണ്ണത്തിൽ അവസാനത്തെ മകളുടെ പേരെന്താണ്? ഫാത്തിമ ബീവിന്റെ അവസാനത്തെ മകളുടെ പിന്നൊരു മകളൂടി ഉണ്ട്, അവരുടെ പേരെന്താണ്? അല്ല, സൈനബാണ്. മക്കം ഫത്തഹിന് വേണ്ടി റസൂലുള്ളാഹി പുറപ്പെടുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂടെ 1000കണക്കിന് സഹാബികൾ ഉണ്ടായിരുന്നു. മക്കം ഫത്തഹിന്റെ ഒരു വലിയ സൈന്യം തന്നെയായിരുന്നു. സൈന്യമായിട്ട് മാത്രമല്ല പോയത്, ഒരു വലിയ മിഷനായിട്ടാണ്. എത്ര 1000 ആളുകളാണ് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് മക്കം ഫത്തഹിന്റെ ആ സൈന്യത്തിൽ? 10,000. റൈറ്റ്. They have got 100 marks. Now we have the last team. Code letter A. Okay. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച സമയത്ത് അലി റളിയല്ലാഹു അൻഹു അവർക്ക് കണ്ടെത്തിയ പേര് അതായിരുന്നില്ല, വേറൊരു പേരായിരുന്നു. രണ്ടാൾക്കും കണ്ടതൊരു പേരായിരുന്നു. അഥവാ ആദ്യം ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടു. ഹർബ്. റൈറ്റ്. 100 മാർക്സ്. ആൻഡ് ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഹഫ്സ ബീവിയുടെ പിതാവ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നുബുവത്തിന്റെ എത്രാം വർഷമാണ് 2-ാം അഖബ ഉടമ്പടി ഉണ്ടായത്? 13. റൈറ്റ്. 100 മാർക്സ്. സൗർ ഗുഹയിലേക്ക് ഖുറൈശികൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന ഇടയിൽ പോലും റസൂലുള്ളാഹിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് ഒരു ധീരയായ പെൺകുട്ടിയായിരുന്നു. ആരാണത്? അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ. ഗ്രേറ്റ്. They have got 100 marks. So our final is over. Let's see who is the champion. പോയിന്റുമായി ലെറ്റർ എം 5-ാം സ്ഥാനത്തുണ്ട്. ലെറ്റർ ക്യൂ ആൻഡ് ആർ 1500 പോയിന്റുകളുമായി 3-ഉം 4-ഉം സ്ഥാനത്തുണ്ട്. വിൽ സി ദ ചാമ്പ്യൻ. ലെറ്റർ എ 1850 പോയിന്റുകളുമായി. ലെറ്റർ എ ഈസ് ദ ചാമ്പ്യൻ ഓഫ് മുത്തുനബി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ബാറക്കല്ലാഹു ലക്കും. മുഹമ്മദ് മിദ്ലാജ്, ഇഷാദ് പബ്ലിക് സ്കൂൾ, പൂനൂർ, 10ാം ക്ലാസ്. സാബിത് അബ്ദുള്ള, ഇഷാദ് പബ്ലിക് സ്കൂൾ, 9th standard. Great. Now we have the runner. It's letter S with 1600 points. They are the runners of Muttanabi Mega Quiz Grand Finale. Congrats. Barakallah. Adil Muhammad, 9th standard, Madin Public School. Muhammad Sufwan, 8th standard. ഓക്കെ, എല്ലാവരും ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടെ ഇരിക്കണം. സോറി, ഇത് ഗോൾഡൻ ചാൻസ് ആണ്. ആരാണോ പിന്നെ ഫസ്റ്റ് സ്കോർ ചെയ്തത് അവർ വിജയിക്കും. നമുക്ക് ഏതൊക്കെ ടീംസ് ഉള്ളത്? ലെറ്റർ ക്യൂ ആറും. ഏതൊക്കെയാണ്? ക്യൂ, ആർ. ഹു ഇസ് ആർ? സോറി, യു ആർ ആർ. ക്യൂ. ഓക്കെ. ദീസ് two teams
ഹുദൈബിയ സന്ധി തകർന്നപ്പോൾ മുസ്ലിങ്ങളായിട്ട് ഒന്നുകൂടി സംസാരിക്കാം, കുറച്ചുകൂടെ സന്ധി നീട്ടിക്കിട്ടിയാൽ എന്ന് വെച്ച് മദീനത്തേക്ക് വന്ന ഒരു ഖുറൈശി ലീഡറുണ്ട്. മുസ്ലിങ്ങളുടെ കാരുണ്യം ചോദിച്ച്. ആരാണത്? അബൂ സുഫിയാൻ. സോറി, യു വിൽ ഗെറ്റ് അനദർ ക്വസ്റ്റ്യൻ. നോ പ്രോബ്ലം, ഞാൻ എഴുതാണെന്നുള്ള ഓർമ്മയിൽ മാറി പറഞ്ഞു. പിന്നെ മക്കം ഫത്തഹിൻ്റെ ഭാഗമായിട്ട് 10,000 പേർ മറുൽ ലഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ റസൂലുള്ള പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരു തീ കത്തിക്കണം. അപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബൂ സുഫിയാനും ടീമിനും ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് നാടൊന്നായിട്ട് തീ കാണും, വെളിച്ചം കാണും. അവർ പേടിച്ചു പോകണം. അതിന് തീ കത്തിക്കാൻ പറഞ്ഞു. എത്ര തീയാണ് അവിടെ കത്തിക്കപ്പെട്ടത്? എത്ര ആയിരം തീയാണ് കത്തിക്കപ്പെട്ടത്? 5 minutes ഉള്ളൂ. സോറി 5 seconds. 10,000. റൈറ്റ്. മക്കം ഫത്തഹിന് വേണ്ടി റസൂൽ അങ്ങനെ വരുമ്പോൾ ഒരു ഖുറൈശി പ്രമുഖൻ അങ്ങോട്ട് ഹിജ്റ വരുന്നുണ്ട്, പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, അങ്ങാണ് അവസാനത്തെ മുഹാജിർ, അങ്ങയുടെ ഹിജ്റയാണ് അവസാനത്തെ ഹിജ്റ, എൻ്റെ നുബുവത്ത് അവസാനത്തെ നുബുവത്താണെന്നതുപോലെ. ആരായിരുന്നു അത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ടൈം വാസ് ഓവർ, സോ ഇറ്റ്സ് ഓൾറെഡി ഓവർ. ദിസ് ടീം, യുവർ ലെറ്റർ ക്ലിയർ അല്ലേ? യു ഹാവ് ലോസ്റ്റ് ബോത്ത് ആൻസേഴ്സ്. Letter R. Letter R is in the third place of Muttanabi Mega Quiz. Congrats, Barakallah. മുഹമ്മദ് അമീൻ വീട്ടി, കുത്തുബുസമാൻ ചമ്മാട്. മുഹമ്മദ് അഫ്സൽ എന്നും, കുത്തുബുസമാൻ ചമ്മാട്. ഓക്കെ, നമ്മുടെ മത്സരം അവസാനിക്കുന്നു. മത്സരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിലക്ക് ഒരു 2 വാക്ക്. ഒന്നുമില്ല, കുട്ടികളെ അഭിനന്ദിക്കാനാണ്. ഇന്നലെ വരെ ക്വസ്റ്റ്യൻ ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ ഷെറിനും ഞാനും ഡിസ്കസ് ചെയ്തപ്പം ക്വസ്റ്റ്യൻ ലേശം ടഫായിട്ടുണ്ടോ എന്ന് ഒന്ന് ആശങ്കിച്ചിരുന്നു. സത്യത്തിൽ അത്യാവശ്യം വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത്. ഒരു സ്റ്റേറ്റ് ലെവൽ മത്സരം എന്നുള്ള നിലക്കും അടുത്ത തവണ കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങണം. അപ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയാലും കുട്ടികൾ അങ്ങനെ ഒരുങ്ങൂല എന്നുള്ള നിലക്കും കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഇട്ടെങ്കിലും നല്ലൊരു പറ്റം ചോദ്യങ്ങളും അത്യാവശ്യം നന്നായി കണ്ണെത്തിയവർക്ക് കിട്ടുന്ന ചോദ്യങ്ങളായിരുന്നു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ജൂനിയർ കുട്ടികളും സീനിയർ കുട്ടികളും വളരെ നന്നായി, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത ആൻസേഴ്സ് പോലും. ഫോർ എക്സാമ്പിൾ മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ പിക്ചർ ഇടുമ്പോൾ ഇത് ആർക്കും കിട്ടൂല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അതിന് ആൻസർ വന്നു. അങ്ങനെ തുടങ്ങി ആധുനികവും പഴയതുമായ ചോദ്യങ്ങൾക്ക് നന്നായി ആൻസർ ചെയ്യുകയും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അടുത്ത വർഷങ്ങളിൽ കുറേ കൂടെ മനോഹരമായി ഒരുങ്ങാനും നല്ല വിജയം വരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ചെറിയ മക്കൾ തന്നെ ഇത്ര ആഴത്തിൽ പഠിക്കുമ്പോൾ അത് മുതിർന്നവരായ നമുക്ക് പ്രചോദനമാണ്. നമുക്കൊക്കെ ഇത്രയും ധാരണ ചരിത്രത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കും ഇതുപോലെ ചരിത്രം ആഴത്തിൽ പഠിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓരോ മുക്കും മൂലയും നിങ്ങൾ ശ്രദ്ധിച്ചു, വളരെ ചെറിയ ചെറിയ അപ്രസക്തമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുമ്പോൾ മക്കൾ അതിനെ വളരെ നന്നായി ആൻസർ ചെയ്യുന്നുണ്ട്. അത്രയും മുക്കിലും മൂലയിലേക്കും അവരുടെ കണ്ണെത്തുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ക്വിസ് കൊണ്ട് ഉദ്ദേശിച്ചതും. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ പദ്ധതിയും നമ്മുടെ സംഘടനയെയും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. മൈക്ക് ഷെറിന് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു സ്റ്റാൻഡേർഡുള്ളൊരു പ്രൊഡക്ഷൻ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായി. രക്ഷിതാക്കളും ഉസ്താദുമാരുമൊക്കെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ ക്വിസ് ഒരു വിജ്ഞാനം അളക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആസ്വാദന മികവ് കൂടി സൃഷ്ടിക്കുക എന്നതിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. ആ രീതിയിലാണ് റൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തതും ആ ഓഡിയൻസിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പിക്ചറും വോയിസും ഒക്കെ ആയിട്ട് ഒരു ദിവസം മുഴുവനും മുത്തുനബിയെ പറയാൻ നമ്മൾ ചെലവഴിച്ചത്. കുറേ കാര്യങ്ങൾ നമ്മളും പഠിച്ചു, കുറേ കാര്യങ്ങൾ അവർ നമ്മളെ പഠിപ്പിച്ചു. ഇനിയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മത്സരങ്ങൾ ഇനിയും വലുതാവണം, ഇനിയും വലിയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. നേരത്തെ ആമുഖം ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ മത്സരങ്ങൾക്കപ്പുറത്തേക്ക് പഠനത്തിൻ്റെ മികവിനും വിവരത്തിൻ്റെ പ്രസരണത്തിനുമുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ അതിനുണ്ടാവണം. ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഇതിൻ്റെ സംഘാടകരും കുട്ടികളും ഞങ്ങളെല്ലാവരും ഇതിനുവേണ്ടി വരുന്നത്. ഈ യാത്രകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവുകയും പരസ്പരമുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമർപ്പിക്കുന്നു. ആദ്യമായി അഹ്മദ് ഷെറിൻ. അല്ലാഹു അക്ബർ.
രണ്ടാമതായി മുഹിയുദ്ദീൻ ബുഖാരി. കാറ്റഗറി ബിയിലെ 3-ാം സ്ഥാനക്കാരായ കുത്തുബുസ്സമാൻ സ്കൂളിലെ മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് അമീൻ വേദിയിൽ വന്ന് ഉപഹാരം സ്വീകരിക്കേണ്ടതാണ്. മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് അമീൻ. മൂന്നാം സ്ഥാനക്കാർക്ക് 1/4 പവൻ സ്വർണവും 1000 രൂപയുടെ പുസ്തകവുമാണ് സംസ്ഥാന കമ്മിറ്റി നൽകുന്നത്. കാറ്റഗറി എയിൽ 2-ാം സ്ഥാനം നേടിയ ഇഷായത്ത് പബ്ലിക് സ്കൂൾ പൂനൂരിലെ മിൻഹാജ് അബൂബക്കർ, അബ്ദുൽ ഹാദി സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. 1/2 പവൻ സ്വർണവും 2000 രൂപയുടെ പുസ്തകങ്ങളുമാണ് 2-ാം സ്ഥാനക്കാർക്ക് നൽകുന്നത്. മിൻഹാജ് അബൂബക്കർ, അബ്ദുൽ ഹാദി. കാറ്റഗറി ബിയിലെ 2-ാം സ്ഥാനക്കാർ മഅദിൻ പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് സഫുവാൻ, ആദിൽ മുഹമ്മദ് സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കാറ്റഗറി എയിൽ 3-ാം സ്ഥാനം നേടിയ സ്കൂളിനുള്ള ഉപഹാരം റഷീദ് സാറ് സമർപ്പിക്കുന്നു. മെൻഡർ ഏറ്റുവാങ്ങേണ്ടതാണ്. ക്രസന്റ് മാറഞ്ചേരി. കാറ്റഗറി എയിലെ 2-ാം സ്ഥാനം ഇഷായത്ത് പബ്ലിക് സ്കൂൾ. 1-ാം സ്ഥാനം തഴലീം പരപ്പനങ്ങാടി. കാറ്റഗറി ബിയിലെ 3-ാം സ്ഥാനം കുത്തുബുസ്സമാൻ ചെമ്മാട്. കാറ്റഗറി ബിയിലെ 3-ാം സ്ഥാനം കുത്തുബുസ്സമാൻ ചെമ്മാട്. 2-ാം സ്ഥാനം മഅദിൻ പബ്ലിക് സ്കൂൾ മലപ്പുറം. കാറ്റഗറി ബി 1-ാം സ്ഥാനം ഇഷായത്ത് പബ്ലിക് സ്കൂൾ പൂനൂർ. റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ മെഗാ ക്വിസിന് വിധി നിർണയിച്ച വിധികർത്താക്കളായ പ്രിയപ്പെട്ട ഷെറിൻ കാസർഗോഡ്, നമ്മുടെ UAE നാഷണൽ കമ്മിറ്റി RSCയുടെ കൺവീനർ കൂടിയാണ്. അതുപോലെ നമ്മുടെ മുഹിയുദ്ദീൻ ബുഖാരി, SSFന്റെ സംസ്ഥാന ഭാരവാഹികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ മെഗാ ക്വിസിന് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെ വിവിധ മഴവിൽ ക്ലബ് അംഗങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ ആവേശകരമായ ഒരു മത്സരമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നത്. വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടത് നമ്മുടെ കുട്ടികളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടു എന്നാണ്. നല്ല ഒരുങ്ങിയിട്ട് തന്നെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സീറയെ സമീപിക്കുകയും
അഗാധമായി പഠിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളെ ധൈര്യസമേതം നേരിടുകയും ചെയ്ത, അങ്ങനെ ഈ മത്സരത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതിലേറ്റവും മികവ് നേടിയവരെ കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അവിടുത്തെ അപദാനങ്ങൾ ഒരിക്കലും പറഞ്ഞാലോ പാടിയാലോ എഴുതിയാലോ തീരില്ല. അങ്ങനെ തീരുമെങ്കിൽ ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഇരിബ അൻഹു നാത്തിഖും ബിഫമി. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞിട്ടോ എഴുതിയിട്ടോ തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പരിധി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവിടുത്തെ മഹിമകൾ, അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ശ്രേഷ്ഠതകൾ അതിനതിരില്ലാത്തത് കൊണ്ട് അതൊരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പഴയ കാലം പോലെയല്ല. ഈ കാലത്ത് നേരത്തെ പണ്ട് കാലങ്ങളിൽ എതിർത്തിരുന്ന പുരോഗമന പ്രസ്ഥാനക്കാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശപൂർവ്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങളെ വാഴ്ത്താൻ നേരത്തെ പഴഞ്ചനെന്ന് ആരോപിച്ച് മീലാദ് ആഘോഷങ്ങളെ മാറ്റിയവരൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വർഷം കഴിയുന്തോറും മീലാദാഘോഷങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കപ്പെടാൻ വേണ്ടി മാത്രം, വാഴ്ത്തപ്പെടാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഹബീബാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് മുഹമ്മദ് എന്നാണ്. അള്ളാഹു അങ്ങനെ ഒരു പേരിട്ടത് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അതിനർത്ഥം. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നുണ്ട്, ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബായി, എന്തേ അവിടുത്തെ പൂർവ്വ പിതാക്കന്മാരുടെ പേരൊന്നും നൽകാതെ ഈ പൊന്നോമന കുഞ്ഞുമോന് പുതിയ ഒരു പേര്, അതുവരെ ഉണ്ടായിരുന്ന കുല മഹിമകൾ, ഗോത്രങ്ങളിൽ, തറവാടുകളിൽ അവിടുന്ന് നൽകിക്കൊണ്ടിരുന്ന പേരുകളൊന്നും നൽകാതെ, ആരും കേട്ടിട്ടില്ലാതെ, അറേബ്യ അതുവരെ കേട്ടിട്ടില്ലാതെ ശ്രവിച്ചിട്ടില്ലാത്ത പുതിയൊരു നാമം എന്തേ നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിക്ക് നൽകിയത് എന്ന് ചോദിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബിനോട്. ഖദ് റഗിബ്ത അൻ അസ്മാഇ ആമായിക്. അപ്പം അബ്ദുൽ മുത്തലിബിന്റെ മറുപടി, അറത്തു മൻ യഹ്മദഹു മൻ അലൽ ഖബറ, അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഖബറ. എല്ലാ ലോകത്തെ മുഴുവൻ ആളുകൾ, പരിചയമുള്ളവരാവട്ടെ അപരിചിതരാവട്ടെ, എല്ലാവരാലും സ്തുതിക്കപ്പെടാൻ ആഗ്രഹിച്ചപ്പെട്ട ഒരു പൊന്നു മോനാണിത്. അത് അബ്ദുൽ മുത്തലിബിന്റെ തീരുമാനം മാത്രമായിരുന്നില്ല. മഹദി ഉമ്മയാകുന്ന മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്ന ഓരോ മാസത്തിലും ഓരോ പ്രവാചകന്മാർ കടന്നു വരുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഓരോ മാസത്തിലും 9 മാസക്കാലം ഓരോ പ്രവാചകന്മാർ വന്നുകൊണ്ട് പറയുന്നത്, ഇദാ വദഅതി ശംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ. അവിടുത്തെ ഹുദയുടെയും സന്മാർഗത്തിന്റെയും വിജയത്തിന്റെയും നിധാനമായി ഉദിച്ചുയരുന്ന നിങ്ങളുടെ ഗർഭസ്ഥ ശിശു മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വന്നാൽ നിങ്ങൾ ഇടേണ്ട പേര് അത് മുഹമ്മദ് എന്നായിരിക്കണമെന്ന് ആമിന ഉമ്മയോട് നേരത്തെ നിർദ്ദേശിക്കപ്പെടുകയാണ്. മുഹമ്മദ് എന്നത് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഷാഇറുർ റസൂൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ മദ്ഹ് പാടിക്കൊണ്ടിരുന്നത്. മദ്ഹുകളും മൗലിദുകളും പാടുണ്ടോ എന്ന് പറയുന്നത് എന്തൊരു വ്യർത്ഥകമാണ്, എന്തൊരു നിരർത്ഥകമായ ചോദ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് തന്നെ പാടുകയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. അങ്ങനെ മുത്തുനബിക്ക് വേണ്ടിയുള്ള പാട്ടുകാരൻ എന്ന് ചരിത്രം അറിയപ്പെടുകയും ആ മുത്തുനബിയുടെ അപദാനങ്ങളെ, മൗലിദുകളെ വാനോളം പുകഴ്ത്തുകയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയിൽ മുത്തുനബി പ്രത്യേകമായ ഒരു സ്റ്റേജ്, ഒരു പീഠം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരുക്കി കൊടുത്തു എന്നാണ് ചരിത്രം. എന്നിട്ട് അവിടെ നിന്ന് പാടി, വശഖ്ഖലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ പേരിന്റെ കൂടെ ഒന്നിച്ച് തന്നെ ഒരു പേര് ചേർത്ത് വെക്കുകയാണ്. കാരണം ദുൽ അർശി മഹ്മൂദുൻ, അർശുടയവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരും സ്തുതിക്കപ്പെടാൻ ബാധ്യതപ്പെട്ടവനാണെങ്കിൽ, വഹാദാ മുഹമ്മദു, അല്ലാഹു മഹ്മൂദ് ആണെങ്കിൽ
ഇത് മുഹമ്മദാണ്, അള്ള പേരിട്ടത് അങ്ങനെയാണ്. എന്നിട്ട് ലമ്മൽ ഇലാഹു ഇസ്മൻ നബിയ ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു, 5 നേരങ്ങളിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാമം ഉച്ചരിക്കുമ്പോൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരു നിമിഷം പോലും വിടാതെ ബാങ്ക് കൊടുക്കപ്പെടുന്നുണ്ട്. ആണ് ഉദയാസ്തമനങ്ങൾ ലോകത്ത് വ്യത്യസ്തമാണ്. ആ ഓരോ രാജ്യങ്ങളിലും ഇന്ന് ഇവിടെ ആലപ്പുഴയിൽ അസ്ർ ബാങ്ക് കൊടുത്തത് 3:40 കണ്ണൂരെത്തുമ്പോൾ 43 ആകും. ഇങ്ങനെ വ്യത്യസ്തപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലും പ്രപഞ്ചത്തിൽ മുഴുവനും എല്ലാ സമയങ്ങളിലും വിളിച്ചു പറയപ്പെടുന്ന പേര് ലമ്മൽ ഇലാഹു ഇസ്മൻ നബിയ ഇലസ്മിഹി, തന്റെ പേരിനൊപ്പം മുത്തുനബിയുടെ പേരിനെ അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു അടിമയുടെ, ഒരു സാധാരണ മനുഷ്യന്റെ പേരിനെ എന്തിന് ചേർത്ത് വെക്കണം പ്രിയപ്പെട്ടവരെ? എന്നിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലാണല്ലോ അള്ളാഹു ആദ്യമായി നിയോഗം നൽകിയത്. സ്വർഗത്തിന്റെ ഓരോ ഭിത്തികളിലും ഓരോ കവാടങ്ങളിലും ഓരോ വാതിലുകളിലും ജനാലകളിലും എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പേര് തിരിച്ചറിയുന്നുണ്ട്. അള്ളാഹിനോട് ആദം നബി അലൈഹി സ്വലാം ചോദിക്കുന്ന ചോദ്യം, നിന്റെ പേര് എനിക്ക് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ അതിന്റെ കൂടെ ഒരു പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എവിടെ എഴുതിയിട്ടുണ്ടോ അതിന്റെ കൂടെ ആലേഖനം ചെയ്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് എഴുതാത്ത ഒരു സ്ഥലം പോലും സ്വർഗത്തിലില്ല. അള്ളാന്റെ പേര് എഴുതിയിട്ടുണ്ടോ അതിന്റെ കൂടെ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പേരെഴുതിയിരിക്കുന്നു. ആദം നബി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, ഇതാരാണ്, ഇതാരുടെ പേരാണ്? അപ്പൊ അള്ളാന്റെ മറുപടി, ഹാദാമിൻ വലദിക്, നിന്റെ സന്താന പരമ്പരയിൽ വരുന്ന ആള് തന്നെയാണ്, പക്ഷേ ലൗലാഹു ലമാ ഖലഖത്, ആ പൊന്നോമന മകൻ നിങ്ങളുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് എന്ന പ്രവാചകനാണ്, പക്ഷേ ആ മുഹമ്മദ് നബിയെ സൃഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചില്ല എങ്കിൽ ആദം നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങനെ എന്റെ ഹബീബായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മഹാവ്യക്തിത്വമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് അള്ളാഹ്ക്ക് തന്റെ അടിമയെ ഏത് പേരിലും വിളിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്, തന്റെ അടിമയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് മുഹമ്മദ് എന്ന പേരിട്ടിട്ട് അള്ളാഹ് ബഹുമാനത്തെ ആദരിച്ചിട്ട് മുഹമ്മദ് എന്ന പേര് പോലും വിളിക്കുന്നില്ല. എന്തേ? ഒരു അടിമയുടെ പേര് എങ്ങനെയും അള്ളാഹ്ക്ക് വിളിക്കാം, പക്ഷെ അള്ളാഹു യാ മുഹമ്മദ് എന്ന് പോലും അഭിസംബോധനം ചെയ്യുന്നില്ല. അവിടെ നിന്ന് വിളിക്കുന്നത് യാ മുസമ്മിൽ, യാ മുബശ്ശിർ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂൽ, ഇങ്ങനെ തുടങ്ങി അവിടുത്തെ വിളിപ്പേരുകൾ, പൊന്നോമന പേരുകളെയാണ് വിളിക്കുന്നത്. യാ മുഹമ്മദ് എന്ന് നേരിട്ട് വിളിക്കുമ്പോ അദബ് കേട്, ബഹുമാനക്കുറവായിക്കുമോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഈ ലോകത്തിന്റെ എല്ലാമായ സർവ്വലോക സംരക്ഷകനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമയെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആദരവ് ലോകത്ത് അള്ളാഹ് ആദരിച്ചതുപോലെ ഒരു സുന്നിക്കും ആദരിക്കാൻ കഴിയില്ല. ചിലപ്പോ പുരോഗമന പ്രസ്ഥാനക്കാർ പറഞ്ഞേക്കാം, നാം ആദരിച്ച് മുത്തുനബിയെ വല്ലാതെ ആദരവ് ഓവറാക്കി എന്നാണ് പറയാറുള്ളത്. പക്ഷേ അള്ളാഹു ആദരിച്ചതുപോലെ ഒരാളും ആദരിച്ചില്ല. അങ്ങനെ ലോകം മുഴുവനും വാഴ്ത്തപ്പെടാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയെ ലോകത്ത് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തെ പ്രപഞ്ചത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. അള്ളാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരാണ് റബ്ബെന്ന് പരിചയപ്പെടുത്തിയത്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധിപനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പ്രപഞ്ചം എന്നാൽ ഭൂമി മാത്രമല്ല, ഭൂമിയും ആകാശവും അങ്ങനെ നിരവധി ഗോളങ്ങളും ഈ ഗോളങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന സൗരയൂഥങ്ങളും അങ്ങനെ നിരവധി സൗരയൂഥങ്ങൾ, അങ്ങനെ ഗാലക്സിയും മിൽക്കി വേകളും ഇങ്ങനെ തുടങ്ങി എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും റബ്ബാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബുൽ ആലമീൻ, അതേ വാക്ക് തന്നെയാണ് അല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റബ്ബ് ആർക്കൊക്കെ റബ്ബായിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും റബ്ബാണ്, രക്ഷിതാവാണ് അല്ലാഹു. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും റഹ്മത്താണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യം അള്ളാഹ് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താകണം. അങ്ങനെ റഹ്മത്താകണമെങ്കിൽ മുത്തുനബിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടിക്ക് റഹ്മത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മലായിക്കത്തിനെയാണോ അള്ളാഹ് സൃഷ്ടിച്ചത്, അല്ല ഭൂമി മനുഷ്യരെയാണോ, ഏത് സൃഷ്ടിയെയാണോ അള്ളാഹു സൃഷ്ടിച്ചത്, ആ ആദ്യത്തെ സൃഷ്ടിക്കും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റഹ്മത്താകണമെങ്കിൽ
മുത്തുനബിയുടെ സാന്നിധ്യം ഇവിടെ വേണം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുത്തുനബിയുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിച്ചു. അതാണ് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ. ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുത്തുനബിയുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിക്കാൻ കാരണം ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തിന് മുഴുവനും റഹ്മത്താകണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ആ നൂർ ഇവിടെ വേണം. ആ നൂർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തുനബിയെ നാം വാഴ്ത്തുകയും പറയുകയും ചെയ്യും. ആ പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരെ അവിടത്തെ സ്മരണയെ, അവിടത്തെ നാമത്തെ നാം അങ്ങ് ഉയർത്തപ്പെട്ടു നബിയെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആര് മറച്ചു വെച്ചാലും, ആര് എതിർത്താലും, ആര് പ്രതിഷേധിച്ചാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലോകത്ത് മുഴുവൻ. അതുകൊണ്ടാണ് മുത്തുനബിയുടെ ആ കോമ്പണന്റ്, മുത്തുനബിയുടെ മിശ്രിതം, മുത്തുനബിയെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂത്തുൻ വബാഖീക ജൗഹറു. അവിടുന്ന് മുത്തുനബിയെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അവിടുത്തെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ ഫസുലുസുക കാഫൂറുൻ, മൂന്നിലൊന്ന് കർപ്പൂരമാണോ, കാഫൂറാണോ നബിയെ? അവിടുത്തെ മൂന്നിലൊന്ന് ശരീരത്തിന്റെ ആ വർണ്ണനയെ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നേരെ മുന്നിൽ നിന്നാണ് മുത്തുനബിയോട് പറയുന്നത്. വറുബുക അംബറു, അല്ല നാലിലൊന്ന് അംബറാണോ നബിയെ? അല്ല വഖുമുസുക യാഖൂത്തുൻ, അഞ്ചിലൊന്ന് മരതകമാണോ നബിയെ? വബാഖീക ജൗഹറു, ബാക്കി മുഴുവനും പവിഴമോ വജ്രമോ? എന്താണ് അവിടുത്തെ സൃഷ്ടിപ്പ്? അത് കാണാൻ, ഹഖീഖത്തുൽ മുഹമ്മദിയെ ഉൾക്കൊള്ളാൻ മനുഷ്യരായ നമുക്ക് സാധ്യമല്ല. അഴിയൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി. അടുത്തുനിന്ന് കാണാൻ മുത്തുനബിയെ കഴിയില്ല. കാരണം സൂര്യനെ പോലെയാണ്. സൂര്യനെ ദൂരത്തുനിന്ന് നമുക്ക് കാണും, പക്ഷേ ആ കാണുമ്പോൾ ചെറുതായി തോന്നിയേക്കാം. കാരണം ദൂരത്തുനിന്നേ സൂര്യനെ കാണാൻ കഴിയും. അടുത്തുനിന്ന് കണ്ടാൽ നമ്മുടെ കണ്ണ് അന്ധത ബാധിച്ചു പോകും, കണ്ണടിച്ചു പോകും. അതുകൊണ്ട് മുത്തുനബിയെ ശരിയായ രൂപം, ഹഖീഖത്തുൽ മുഹമ്മദിയെ ദർശിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയെ ഒന്ന് അങ്ങയെ ഒന്ന് കാണാൻ കഴിയുമോ നബിയെ? അങ്ങയെ ഒന്ന് കണ്ടോട്ടെ. അള്ളാന്റെ സന്തത ഹബീബായ മുത്തുനബിയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാഹിബ് റസൂലില്ലാ എന്ന് വിശുദ്ധ ഖുർആൻ പോലും പരിചയപ്പെടുത്തി, ഖാല ലി സാഹിബി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ, ഒന്ന് നിഴൽ പോലെ പിന്തുടർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ ഒന്ന് അവിടെ നിന്ന് കാണാൻ കഴിയോ? അവിടുത്തെ ഹഖീഖത്തൊന്ന് എനിക്ക് ദർശിക്കാൻ കഴിയോ? അത് കഴിയില്ല അബൂബക്കറെ, എന്നെ കാണാൻ കഴിയില്ല, നിങ്ങളുടെ നഗ്ന നേത്രം കൊണ്ട് സാധ്യമല്ല. അബൂബക്കർ സിദ്ദീഖ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്ന ചോദ്യം, അവിടെ നിന്ന് എനിക്ക് കാണാൻ കഴിയുമോ നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരന്റെ ചോദ്യത്തെ തിരസ്കരിച്ചില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടുകാരൻ ചോദിക്കുമ്പോ എങ്ങനെ അത് നിഷേധിക്കും? ജബലിന്നൂറിന്റെ ഭാഗത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി വരാൻ പറയുക. മുത്തുനബി അതിന്റെ ഒറിജിനാലിറ്റി അങ്ങ് പ്രകടിപ്പിച്ചപ്പോ, നൂർ മുഹമ്മദ് മുത്തുനബിയുടെ പ്രകാശം അങ്ങ് വെളിവായപ്പോ, അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയി. കാരണം ഹഖീഖത്തുൽ മുഹമ്മദിയ, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാനങ്ങളെ വാഴ്ത്തിയത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. അവിടുത്തെ നേരത്തെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കരുണവാൻ നബി, മണിമുത്ത് രത്നമോ, എന്താണ് ഇതിന്റെ ഒറിജിനാലിറ്റി എന്ന് തിരിച്ചറിയാൻ മനുഷ്യർക്ക് സാധ്യമല്ല. കാരണം അത്രമാത്രം അമാനുഷിക സിദ്ധികളാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചയച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവർ ആ മുത്തുനബിയുടെ പേരിൽ കഴിഞ്ഞ വർഷം മുതൽ SSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മഴവിൽ ക്ലബ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഒരു വർഷത്തെ കലണ്ടറിൽ നാം സാമൂഹ്യ സേവന രംഗത്ത് വിദ്യാർത്ഥികളെ സോഷ്യൽ കമ്മിറ്റിന് വേണ്ടി പാകപ്പെടുത്താൻ വേണ്ടി മഴവിൽ ക്ലബ്ബുകളിൽ പദ്ധതികൾ ആലോചിച്ച് നടപ്പിലാക്കി വരികയാണ്. അതിലേറ്റവും റബീഉൽ അവ്വൽ മാസം, തിരുനബി ജന്മത്തിന്റെ മാസത്തിൽ നാം നടത്തുന്ന മുത്തുനബി മെഗാ ക്വിസ് സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞു. അങ്ങനെ സ്റ്റേറ്റ് തല മത്സരങ്ങളിലെ വിദ്യാർത്ഥികളാണ് ആലപ്പുഴയിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ മുത്തുനബി മെഗാ ക്വിസിന്റെ മത്സരാർത്ഥികളുടെ സമ്മാനദാനമാണ് ഇവിടെ നടക്കേണ്ടത്. ബഹുമാന്യനായ KC വേണുഗോപാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ നാട്ടുകാരനും കൂടിയാണ്. ഇൻഷാ അല്ലാഹ്
ആ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മളെ സാർ നമ്മോട് അഭിസംബോധന ചെയ്യും. കാരണം കുട്ടികൾക്കൊക്കെ ദൂരം എത്താനുള്ളത് കൊണ്ടും കലോത്സവത്തിന്റെ ഒക്കെ തിരക്കിലും നമ്മുടെ വേദിയിലേക്ക് എത്തിയ ബഹുമാന്യനായ KC വേണുഗോപാൽ സാറെ സംഘടനയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ആദരവോടെ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, SSFന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു മെഗാ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ ഇന്ന് നടന്നു വരികയായിരുന്നു. നേരത്തെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തേണ്ടതായിരുന്നുവെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരിപാടികൾ വന്നുപെട്ടതുകൊണ്ട് സമയത്തിന് എത്തിച്ചേരാൻ കഴിയാത്തതിലുള്ള എൻ്റെ ഖേദം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറയ്ക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് നല്ല നല്ല സന്ദേശങ്ങളുമായിട്ടാണ് SSFന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല ജീവിതത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആശങ്കകളും പങ്കുവെക്കുന്ന ആശങ്കകളുമൊക്കെ തന്നെ ഞാനിവിടെ ഏറെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദർഭം, നമ്മളെല്ലാം വൈകി നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കുറേ ആൾ നാട്ടിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന തലമുറകളെ ചിന്തിപ്പിച്ച് യഥാർത്ഥ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സ്വതന്ത്ര ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ, ചിന്തകളെപ്പോലും തടങ്കൽ വെക്കാനുള്ള, ഭാവനകളെപ്പോലും തടങ്കൽ വെക്കാനുള്ള തീരുമാനവുമായിട്ട് ഫാസിസം വളരുന്നൊരു കാലത്താണ് നമ്മുടെ നാടിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്ത് ചെയ്താലും ആ ചെയ്തതിനെ ന്യായീകരിക്കുന്ന അത്തരം ഫാസിസ പ്രവണതകൾ ഓരോ ദിവസം കഴിയുന്തോറും വ്യത്യസ്ത രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ അത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കാണാൻ കഴിയും. ബുദ്ധിലക്ഷറിൽ നടന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. 2014 മുസഫർപൂരിൽ നടന്നതിൻ്റെ ഒരു ആവർത്തനമായിരുന്നു ബുദ്ധിലക്ഷറിൽ 3-4 ദിവസം മുൻപുണ്ടായി. ചിന്തിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ, പരിവർത്തനം ആഗ്രഹിക്കുന്നവരെ ഇല്ലാതാക്കുന്ന യഥാർത്ഥ ഫാസിസത്തിൻ്റെ കടന്നുവരവ് നമ്മൾ അറിയാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ചിന്തോദ്ദീപകമായിട്ടുള്ള ചിന്തകളുമായി നമുക്ക് മുന്നോട്ട് പോകും. നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്, നന്മയുടെ പക്ഷത്ത് നിൽക്കാനായിട്ട്, തിന്മ 4 ഭാഗത്തും പടം വിടർത്തി ആടുമ്പോൾ അതിനെതിരെ നന്മയുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് SSFനെ പോലെയുള്ള ഒരു സംഘടന, ഒരു പ്രസ്ഥാനം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിലകൊള്ളുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഒരു മെഗാ ക്വിസ് നടന്നത്. ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുകയാണ്. വിജയിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത് സംഘടിപ്പിച്ച SSFന്റെ മേഖലാ കമ്മിറ്റി, സംസ്ഥാന തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ മേഖലാ കമ്മിറ്റി പ്രവർത്തകരെയെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമ്മാനം സ്വീകരിക്കുക. അഫ്സൽ KP. അഫ്സൽ KP. കാറ്റഗറി ബിയിൽ 1-ാം സ്ഥാനം നേടിയ മുഹമ്മദ് മിഥിലാജ്, ഇഷായത്ത് പബ്ലിക് സ്കൂൾ, പൂനൂർ. സാബിത്ത് അബ്ദുള്ള, ഇഷായത്ത് പൂനൂർ. നമ്മുടെ ഈ സംഗമം അവസാനിക്കുന്നു. 1-ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ ഫോട്ടോ സെഷന് വേണ്ടി വേഗം സ്റ്റേജിലെത്തുക.